നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. അങ്ങനെ മാസപ്പടി കേസിൽ കേരളം കാത്തിരുന്ന ആ ബ്രേക്കിംഗ് വാർത്ത അല്പസമയം മുൻപാണ് എത്തിയത്. മാസപ്പടി കേസിൽ ഇഡിയുടെ മുന്നിൽ വളരെ ആരോഗ്യവതിയായി ഇന്ന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സിനിമാ സ്റ്റൈലിൽ കറുത്ത കാറിൽ കറുത്ത മാസ്കും ധരിച്ച് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ ഇഡി ഓഫീസിലേക്ക് വന്ന ഈ ഒരു ഘട്ടത്തിൽ കേരള പോലീസ് വീണ വിജയനെ തടഞ്ഞിരുന്നു. മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകളെ പൂർണ്ണമായും വെട്ടിച്ച് അതീവ രഹസ്യമായി ഇഡി ഓഫീസിലേക്കുള്ള കടക്കാനുള്ള വീണയുടെ നീക്കത്തിനാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശത്തെ തുടർന്ന് കനത്ത സുരക്ഷയൊരുക്കിയ പോലീസ് അപ്രതീക്ഷിതമായി ചെക്ക് വെച്ചത്. ഇതോടെ കാറിന് പുറത്തിറങ്ങി കൂളായി അതിവേഗം നടന്ന കൃത്യം 10:28 മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ചോദ്യം ചെയ്യലിനായി ഇഡി ഓഫീസിലേക്ക് കയറിയത്. പുത്തൻ കറുത്ത ഇന്നോവ കാറിലാണ് ഇഡി ഓഫീസിലേക്ക് ഭർത്താവ് PA മുഹമ്മദ് റിയാസ് MLA വീണ എത്തിയത്. രാവിലെ മുതൽ കൊച്ചിയിലെ ഇഡി ഓഫീസിന് മുന്നിൽ വൻ മാധ്യമപ്പടയും കനത്ത പോലീസ് കാവലുമായിരുന്നു ഒരുക്കിയിരുന്നത്. എന്നാൽ കൃത്യം 10:25 കറുത്ത നിറത്തിലുള്ള ഒരു ആഡംബര കാറിൽ കറുത്ത മാസ്കും ധരിച്ച് വീണ വിജയൻ എത്തിയതോടുകൂടി സങ്കീർണമായ നാടകീയ രംഗങ്ങളാണ് കൊച്ചി സാക്ഷ്യം വഹിച്ചത്. അതായത് വീണയുടെ വിചാരം ഇങ്ങനെയായിരുന്നു, മറ്റൊന്നുമല്ല. നേരെ ഇഡിയുടെ കവാടത്തിന്, അതായത് ഇഡി ഓഫീസിന് കവാടത്തിന് മുന്നിലായി നേരെ കൊണ്ടിറക്കുന്നു. മാധ്യമങ്ങളൊന്നും കാണുന്നില്ല. നേരെ ഡോർ തുറക്കുന്നു, അകത്തേക്ക് കയറി ഓടുന്നു. ഇതായിരുന്നു പ്ലാൻ. പക്ഷേ പോലീസ് അത് തടഞ്ഞു. ഇഡിയുടെ ഓഫീസിന് വളരെ ദൂരെയുള്ള ഗേറ്റിന് സമീപം തന്നെ ആ വാഹനം നിർത്തുകയും വീണ വിജയനെ മാത്രം അകത്തേക്ക് കടത്തിവിടുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ക്യാമറ കണ്ണുകൾക്കൊക്കെ തന്നെ വീണ വിജയനെ മനസ്സിലായി എന്നുള്ളതാണ്. കാറിനെ ഇഡി ഓഫീസിന്റെ പ്രധാന ഗേറ്റ് കടത്തി ഉള്ളിലേക്ക് വിടാൻ പോലീസ് തയ്യാറാകാതിരുന്നതോടുകൂടിയാണ് വീണയുടെ ആദ്യ പ്ലാൻ പൊളിഞ്ഞത്. ഇതോടെ ഗേറ്റിന് പുറത്തിറങ്ങി ഇഡി ഓഫീസിലേക്ക് വീണയ്ക്ക് നടന്നു പോകേണ്ടി വന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തിയാണ് പോലീസ് കാറ് പുറത്തു തന്നെ തടഞ്ഞതെന്നാണ് സൂചന. കാറിനകത്ത് നിന്ന് ദൃശ്യങ്ങൾ പകർത്താൻ മാധ്യമങ്ങൾ ശ്രമിച്ചെങ്കിലും കറുത്ത മാസ്ക് ധരിച്ചെത്തിയ വീണ മുഖം വ്യക്തമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഭർത്താവ് മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ കാറിൽ ഇഡി ഓഫീസിന് മുന്നിലെത്തിയത്. കാറ് ഗേറ്റിന്റെ തടഞ്ഞതോടുകൂടി ഒട്ടും പതറാതെ അതീവ ആത്മവിശ്വാസത്തോടെയാണ് വീണ വിജയൻ കാറിൽ നിന്നും പുറത്തിറങ്ങിയത്. തുടർന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ അതീവ വേഗത്തിൽ നടന്ന ഇഡി ഓഫീസിന്റെ അകത്തേക്ക് കയറി പോകുകയായിരുന്നു. കറുത്ത കാറ്, കറുത്ത മാസ്ക്, അങ്ങനെ ആകെ മൊത്തം ഒരു കറുപ്പണിഞ്ഞ ഒരു മാസ് എൻട്രി. അത് തന്നെയാണ് വീണ കാഴ്ചവെച്ചത്. കൃത്യം 10:28 തന്നെ അവർ ഇഡി ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ എത്തിയെങ്കിലും സുരക്ഷാ പരിശോധനകൾക്കായി കുറച്ചുനേരം അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. എന്തായാലും ആ കാത്തുനിൽപ്പിനൊടുവിൽ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എന്തായാലും വരും മണിക്കൂർ അതീവ നിർണായകം തന്നെയാണ്. ഇഡിയുടെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ ഇതാ വീണ വിജയൻ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. CMRL കമ്പനിയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ കൃത്യമായ രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പരിശോധിച്ചാകും ഇഡി ചോദ്യം ചെയ്യൽ നടത്തുക. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന വൻ വെളിപ്പെടുത്തലുകൾ ഈ ചോദ്യം ചെയ്യലിലൂടെ പുറത്തുവരുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. കമ്പനിയുടെ കഴിഞ്ഞ 15 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ ശരൺ കർത്തയോട് ഇഡി ആവശ്യപ്പെട്ടിരുന്നു. ജയകർത്ത ഡയറക്ടറായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം കൃത്യമായി തിരിച്ചടവ് നടത്താനായിരുന്നിട്ടും എക്സാലോജി കമ്പനിക്ക് 50 ലക്ഷം രൂപ വായ്പ നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇഡി പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇതിന് മുന്നോടിയായി ശശിധരൻ കർത്തയുടെ മകളും CMRL ഡയറക്ടറുമായ ഷിബി S കർത്തയെയും കഴിഞ്ഞ ദിവസം ഇഡി ചോദ്യം ചെയ്തിരുന്നു. CMRLന്റെ സഹോദര സ്ഥാപനവും കേസിലെ പ്രതിപട്ടികയിലുള്ളതുമായ നിപുണ ഇന്റർനാഷണൽസിന്റെ ഡയറക്ടർ കൂടിയായ ഷിബിയിൽ നിന്നാണ് ഈ ഇടപാടുകളെ കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ ഇഡി ശേഖരിച്ചത്. കഴിഞ്ഞ ദിവസം ആദ്യം ചോദ്യം ചെയ്തതും കർത്തയുടെ മകളെയായിരുന്നു. വീണയിൽ നിന്നും വിവരങ്ങൾ തേടിയ ശേഷം രേഖകളും മൊഴികളും ഇഡി വിശദമായി തന്നെ പരിശോധിക്കും. നേരത്തെ ഈ മാസം 12 ഹാജരാകാൻ സമൻസ് നൽകിയിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വൈദ്യപരിശോധനാ വിവരങ്ങൾ സഹിതം വീണ കൂടുതൽ സമയം തേടുകയായിരുന്നു. ഇതേ തുടർന്ന് ഇഡി 5 ദിവസത്തെ സാവകാശം അനുവദിച്ച് പുതിയ സമൻസ് നൽകി. ആവശ്യപ്പെട്ട രേഖകൾ അഭിഭാഷകൻ വഴി സമർപ്പിക്കാമെന്ന വീണയുടെ നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് കരിമണൽ കമ്പനിയിൽ നിന്ന് എന്തിനാണ് പണം കൈപ്പറ്റിയത് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം നേരിട്ട് ഹാജരാകാൻ ഇഡി കർശന നിർദ്ദേശം നൽകിയത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് വീണ ഇഡിക്ക് മുന്നിൽ എത്തുന്നത്. മുൻപ് നടത്തിയ റെയ്ഡുകളിൽ
ED വീണയിൽ നിന്ന് ചില സുപ്രധാന രേഖകൾ പിടിച്ചെടുക്കുകയും പ്രാഥമിക മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ രേഖകളുടെയും CMRലുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് നിലവിൽ ശേഖരിക്കുന്ന മൊഴിയുടെയും അടിസ്ഥാനത്തിലാവും വീണയുടെ അടുത്ത ഘട്ട ചോദ്യം ചെയ്യൽ നടക്കുക. IT കൺസൾട്ടൻസി സേവനങ്ങളൊന്നും നൽകാതെ CMRL കമ്പനിയിൽ നിന്നും വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് 2.78 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് EDയുടെ പ്രധാന കണ്ടെത്തൽ. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിലാണ് ഈ തുക കൈമാറിയത്. സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിൽ CMRL കമ്പനി കഴിഞ്ഞ 15 വർഷത്തിനിടെ 132 കോടിയിലധികം മറ്റൊരു കണ്ടെത്തൽ പ്രകാരം 182 കോടി രൂപയുടെ വ്യാജ ചെലവുകൾ കാണിച്ച് വിവിധ വ്യക്തികളിൽ നിന്നായി സ്ഥാപനങ്ങളുമായി പണം നൽകിയതായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഈ കേസിൽ ഹൈക്കോടതി ED അന്വേഷണത്തിൽ അനുമതി നൽകിയതിനെ തുടർന്ന് SFIO ശേഖരിച്ച സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പ്രത്യേക കോടതി EDക്ക് കൈമാറിയിരുന്നു. ഈ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നിലവിലെ ചോദ്യം ചെയ്യലുകൾ പുരോഗമിക്കുന്നത്. മുൻപ് നടന്ന റെയ്ഡുകൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായി 18.36 കോടി രൂപ ED ഇതിനോടകം തന്നെ മരവിപ്പിച്ചിട്ടുണ്ട്. എക്സാലോജിക്കും കരിമണൽ കമ്പനിയും തമ്മിലുള്ള എല്ലാ ഇടപാടുകളെയും രേഖകൾ EDക്ക് കൈമാറാൻ നേരത്തെ തന്നെ കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും വരും മണിക്കൂർ ഏറെ നിർണായകമാണ്. കരിമണൽ കർത്തയുടെ മകളെയൊക്കെ തന്നെ 6 മണിക്കൂറോളമാണ് ED ചോദ്യം ചെയ്തത്. അപ്പോൾ ഇനി വരുന്ന എത്ര മണിക്കൂറോളം ED വീണ വിജയൻ ചോദ്യം ചെയ്യുമെന്നറിയില്ല. EDക്ക് ചോദിക്കേണ്ട എല്ലാ ചോദ്യങ്ങളും കൃത്യമായി അറിയും. ഇതിനുശേഷം അറസ്റ്റ് ഉണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ നിർണായകമാണ്. എന്തായാലും വരും മണിക്കൂർ ഏറെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന സുപ്രധാന നിമിഷങ്ങൾ തന്നെയാണ്.